ഇന്ന് ഫൈനൽ ഫിനാലിയിലെ പുതിയൊരു ടാസ്ക് ആരംഭിക്കുകയാണ്. അതിനകത്ത് പൊരിഞ്ഞ അടിയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ സായിയുടെ വായിലൊക്കെ ചകിരിയിരിക്കുന്നത് കാണാം. എല്ലാവരും പാത്രം ക്ലീനിങ് ആണ്, പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്യുക, വെക്കുക എന്നുള്ള ഒരു ടാസ്ക്കാണ്. അപ്പം എല്ലാവരും മത്സരിക്കുന്നുണ്ട്. എല്ലാവർക്കും ജയിക്കാൻ പറ്റിയ സാഹചര്യമാണ്. സ്പൂണിൻ്റെ ഇടയിലുള്ള അഴുക്കൊക്കെ കുത്തിക്കളയുന്നുണ്ട്. പാത്രങ്ങളെല്ലാം നല്ലവണ്ണം വൃത്തിയാക്കുന്ന മത്സരാർത്ഥികളെയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നു, ഒരു പൈപ്പേ ഉള്ളൂ. ഈ പൈപ്പിൻ ചുവട്ടിലെ യുദ്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ഭയങ്കര സംഭവമാണ്. നാട്ടുമ്പുറത്തിലൊക്കെ പണ്ട് കേട്ടോണ്ടിരുന്ന ഒറ്റ പൈപ്പിനകത്ത് പെണ്ണുങ്ങളെല്ലാം കൂടി യുദ്ധം ചെയ്യുന്നത്. അതിപ്പം കുറവാണ്, പക്ഷെ ആ യുദ്ധമാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഒറ്റ പൈപ്പിൽ 4 ടീമുകൾ മത്സരിക്കുമ്പം അവിടെ സ്പർദ്ധ ഉണ്ടാകും എന്ന് ബിഗ് ബോസിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് ഒരു പൈപ്പ് കൊടുത്തിരിക്കുന്നത്. അവിടെ അഭിഷേകും നന്ദനയും തമ്മിൽ ഏറ്റുമുട്ടുന്നതാണ് നമ്മൾ കാണുന്നത്. മറ്റുള്ളവരെല്ലാം പാത്രം മികച്ച രീതിയിൽ കഴുകുകയാണ്. എല്ലാവർക്കും ജയിക്കാനുള്ള സാഹചര്യമുണ്ട്. കാര്യം 3-2-1 പോയിന്റുകളാണ് എല്ലാവർക്കും. ടാസ്കുകൾ കുറച്ച് കാണാനും സാധ്യതയുണ്ട്. 2 ആഴ്ചയെങ്കിലും നീണ്ടിരിക്കുന്ന ടാസ്ക് ആയിരിക്കാം. അത് ഈ ആഴ്ച കൊണ്ട് തീരുമോ എന്നും നമുക്കറിയില്ല. ഏതായാലും പൈപ്പിൻ ചുവട്ടിലെ അടി ഇന്ന് കാണാൻ പറ്റും എന്ന് തന്നെയാണ് തോന്നുന്നത്. ഇതിൻ്റെ ഫ്രീദുവിൻ്റെ അമ്മയാണ് ഇത് ടാസ്ക് ലെറ്റർ വായിക്കുന്നത്. അതുകൊണ്ട് ഫ്രീദുവിൻ്റെ അമ്മയോ അർജുൻ്റെ അമ്മയൊക്കെ അവിടെ അതിഥികളായിട്ട് എത്തിയിട്ടുണ്ട്. അവരൊക്കെ ആയിരിക്കും ജഡ്ജസായിട്ട് ഇരിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി മേശപ്പുറത്ത് അടുക്കുക, അതിനുശേഷം വൃത്തിയായ പാത്രങ്ങൾ നോക്കി ഏത് ടീമാണ് ജയിച്ചിരിക്കുന്നതെന്ന് വിലയിരുത്തുക. ഇതായിരിക്കും മത്സരം. അപ്പം പൈപ്പിൻ ചവിട്ടിൽ നന്ദനയും അഭിഷേകും തമ്മിൽ ഏറ്റുമുട്ടുന്നു. നന്ദന വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അഭിഷേക് ഒരു മഗ്ഗുമായിട്ട് വരുന്നുണ്ട് വെള്ളം എടുക്കാൻ. നന്ദന പിടിച്ചു കൊല്ലുന്നു, അഭിഷേകം പിടിച്ചു കൊല്ലുന്നു. അങ്ങനെ പൈപ്പ് ഒഴിഞ്ഞു പോകുന്നു. ഇതൊക്കെ തന്നെയാണ് കാണുന്നത്. എല്ലാം കാത്തിരുന്ന് കാണാം.